എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ഗംഭീരമായിട്ടുള്ള ആഘോഷ പ്രകടനങ്ങളുടെ ഭാഗമായി നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. എന്തിനു മാറി നിൽക്കണം, ആഘോഷിക്കണം എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ലൈൻ. എല്ലാവരും അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു അപ്രോച്ച്. അങ്ങനെ പുള്ളിയുമായിട്ട് സന്തോഷം പങ്കിടാനായിട്ട് കുറേയധികം ആളുകൾ ഇന്ന് ജയിലിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കപ്പെട്ടു. അതങ്ങനെയാണ്. തൊട്ടു മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹണി റോസ് എന്ന പരാതിക്കാരിക്ക് ന്യായമായിട്ടുള്ള നിയമ പരിരക്ഷ ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നതിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ബോസയ്ക്ക് അനുവദിച്ചിട്ടുള്ള ജാമ്യം. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹം സ്വതന്ത്രനായി എന്നുള്ള തമ്പനയിലൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഒന്നും ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കേസിൽ, ഇതുപോലുള്ള കേസിലൊക്കെ പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ അങ്ങോട്ട് നടക്കേണ്ടി വരും. അതേപോലെ തന്നെ നല്ല രീതിയിൽ കാശ് വാങ്ങുന്ന അഡ്വക്കേറ്റിനെ കൊണ്ടാണ് കേസൊക്കെ നടത്തിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും വലിയ ചില തലവേദനകൾ ഇതിനോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ഇരയ്ക്ക് ആകെ കിട്ടുന്ന ഒരു ആശ്വാസമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതിന്റെ പിറകെ ആരോപണ വിധേയനായിട്ടുള്ള ആൾ നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ കുറെ ഏതായാലും നടക്കേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. ഈ ഒരു സ്വീകരണം വളരെ രസകരമായിട്ട് ഇന്നലെ മുതൽ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. ഈ മഹിളാ ജനങ്ങളുടെ, ഫിജിക്കാട്ടുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മഹിളാ ജനങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ നടക്കുന്നത് ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള സുഹൃത്ത് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അമ്മ ഇതിൻ്റെ ഭാഗമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചില സംവിധാനങ്ങളുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ഭീതി പരത്തിയിട്ടുണ്ട്. അത് ബോധപൂർവമാണോ അല്ലാതാണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ബോബി ചെമ്മണ്ണൂർ ദീർഘകാലം അകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കച്ചവടം പൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് സാധ്യതയുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം കേട്ടോ. എനിക്കതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല. ആ ഒരു ഭീതി ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അണിനിരന്നിട്ടുണ്ട്. ഇതുപോലുള്ള സംവിധാനങ്ങളുടെ ഭാഗമാവുന്ന സമയത്ത് സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ബന്ധങ്ങളായിട്ടും സമയമായിട്ടും ചില ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പല ആളുകളും നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൊക്കെ പേടിയുള്ള ആളുകൾ അവരുടെ ആ ഒരു പണ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ കൂടെ നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. ഇന്നലെ ബോച്ചയുടെ ഡയറക്റ്റ് സ്റ്റാഫുകൾ ബോച്ചെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഷോയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നത് കണ്ടു. ഒരു സ്ത്രീയുടെ പിറകെ നടന്ന് വൃത്തികേടുകൾ പറഞ്ഞ് പല പ്രയോഗങ്ങളും നടത്തി വേദിയിൽ വെച്ച് അതിനെ അപമാനിച്ച് സഹികെട്ട സമയത്ത് ആ സ്ത്രീ കൊടുത്ത കേസിന്റെ പേരിൽ അകത്തായവനാണ്. അപ്പം അയാളെയൊക്കെ ഇത്രമാത്രം ന്യായീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ജീവിത പ്രശ്നമായിരിക്കും ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അവരെ ഞാൻ കുറ്റം പറയില്ല. നമ്മുടെ നാടിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ്. ആർക്കും ആരെ സഹായിക്കാനൊന്നും പറ്റുന്ന ഒരു സ്ഥിതിയൊന്നുമല്ല. ആരാണോ പൈസ തരുന്നത് അവന് വേണ്ടി ജയ് വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബോച്ചയെ സ്വീകരിക്കാൻ എത്തിയ ഡൈഹാർഡ് ഫാൻസിൽ ചില ആളുകളുടെ പ്രതികരണങ്ങളൊന്ന് കേട്ടു നോക്കാം. ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിൽ മാപ്പ് അർഹിക്കുന്ന, നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനലി അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? എനിക്ക് യാതൊരുവിധ ഇന്റൻഷനും ഇല്ല ഇദ്ദേഹത്തെ അപമാനിക്കണമെന്നുള്ളത്. പക്ഷെ മൊയന്ത് എക്സ്ട്രീം പ്രോ മാക്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഏതോ ഒരു സ്ത്രീയാണ് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. പക്ഷെ എനിക്ക് ഒരു ഇന്റൻഷനും ഇല്ല. എൻ്റെ വാക്കുകൾ അങ്ങനെ മോശമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബോച്ചയെ പോലെ തന്നെ വളരെ നിഷ്കളങ്കനാണ്. യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഹണി റോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ പല ജില്ലക്കാരാണ്. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലമുണ്ട്, വയനാടുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ കർണാടകയിൽ പോലും ആൾക്കാർ വന്നിട്ടുണ്ട് ബോച്ചയ്ക്ക് വേണ്ടി. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു?
എന്ത് 4 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിവരം വെച്ചത്. അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഇതിന് കൂട്ടുനിന്ന കോടതി, മന്ത്രിസഭ എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഓക്കെ, ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. ഞങ്ങൾക്ക് അപമാനമാണ്, സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വ്യക്തിഗത അഭിപ്രായമുണ്ട്. വസ്ത്രം ഏതും ധരിക്കാം, പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടോണ്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ പറഞ്ഞേ, വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ പറഞ്ഞേ. വസ്ത്ര സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെങ്കിലും ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇട്ടോണ്ട് ഇറങ്ങുന്നവർ ഓർക്കണം, ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് അതുപോലെ പറയാനോ പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്? അതൊരിക്കലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഒരു ഏത് വസ്ത്രം ധരിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. അത് പറയുന്ന ആള് ചിന്തിക്കണ്ടേ? ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വിചാരിച്ച ഒരാളെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു വസ്ത്രം ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞത്, സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്ന. അതേപോലെ ഈ രാഹുൽ ഈശ്വറിന്റെ ബോസയുടെ ഒക്കെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ചില സ്ത്രീകൾ വന്നിട്ട് കമന്റ് ഇടും, ഞാനൊരു വലിയ തള്ളയാണ്, എനിക്ക് 3 പെൺമക്കളുണ്ട്, ഒരു തള്ളയായ ഞാൻ പറയുന്നു രാഹുൽ ഈശ്വറെ നീയാണ് ശരി, ബോച്ചെ നിങ്ങൾ ആരോട് വേണമെങ്കിലും വൃത്തികേട് പറഞ്ഞോളൂ എന്നുള്ളത്. ഇങ്ങനെയുള്ള തള്ളമാരല്ല ശരിക്കും പറഞ്ഞാൽ കുറ്റകൃത്യം എന്താണ് എന്നുള്ളത് നിർവചിക്കേണ്ടത്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ഒരു നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബോസയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളതും അദ്ദേഹം ജയിലിലാവുന്നതും റിമാൻഡിലാവുന്നതും ഒക്കെ. മാപ്പ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസ് അല്ല തീരുമാനിക്കേണ്ടത്. അത് അവിടെ ഇരയാക്കപ്പെട്ട ആളാണ്. അയാളോട് ഇരക്കുക, കെഞ്ചുക, കാല് പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിടിക്കുക, എനിക്ക് മാപ്പ് തരുമോ എന്നുള്ളത് ഇങ്ങനെ ഇരന്ന് ചോദിക്കുക. എല്ലാവരും കൂടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ ബോസയുടെ കൂടെ പോയിട്ട് കാല് പിടിച്ച് ചോദിക്കുക. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കരഞ്ഞുകൊണ്ട് എന്താ പറയുന്നത് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ അവരുടെ ഭിക്ഷ പോലെ അനുവദിച്ചോ എല്ലാം മാപ്പും തരികയാണെന്നുണ്ടെങ്കിൽ അതും വാങ്ങിയിട്ട് പോവുക. മാപ്പ് തന്നാൽ എന്താ എന്നൊന്നും ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള യോഗ്യത ഈ കേസിലില്ല. അവർ തന്ന ഭാഗ്യം കൂടുതലൊക്കെ മുട കാണിച്ചു കഴിഞ്ഞാൽ, ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വലിയ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനി ഇട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? അതേപോലെ തന്നെ കേരളത്തിന്റെ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി വസ്ത്രത്തിന്റെ അളവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയ സമയത്ത് അകത്തേക്ക് പോയതല്ല, വേദിയിൽ വെച്ചും അതിന് മുന്നേയുമൊക്കെ വളരെ മോശമായിട്ടുള്ള ഇന്റൻഷനോടെ ചില വൃത്തികെട്ട പദപ്രയോഗങ്ങൾ നടത്തിയതിനകത്ത് പോയ ഒരാളാണ്. വേറെ എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് FIR ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ ഇതുപോലുള്ള മുൻ എക്സ്പീരിയൻസുകൾ പല ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ വെളിവായിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ചിട്ട് ധന്യ എന്ന് പറയുന്ന യൂട്യൂബർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഇതുപോലുള്ള പല എക്സ്പീരിയൻസുകളും പല ആളുകൾക്കുണ്ട്. അതുപോലെയുള്ള പല കേസൊക്കെ കുത്തിപ്പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി മിണ്ടാതെ ഏതെങ്കിലും മൂലയ്ക്ക് മുതലാളിയും കൂട്ടി പോവുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുള്ളൂ, അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, അപ്പം തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്കൊക്കെ. ഈ മൊയന്തുകളൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മൾ നമ്മുടെ ലീഗൽ റൈറ്റ് ഉപയോഗിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടോ 4 മാസം കഴിഞ്ഞിട്ടോ 4 വർഷം കഴിഞ്ഞിട്ടോ കേസ് കൊടുത്താൽ മതി. എന്തിനാണ് ഇതുങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത്? പക്ഷെ കേസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് തെളിവുകളും അതേപോലെ തന്നെ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള മൊഴികളും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ കേസ് നിൽക്കില്ല. 4 മാസം കഴിഞ്ഞിട്ടോ 40 ദിവസം കഴിഞ്ഞിട്ടോ എത്ര മാസം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം.
അത് എന്തുകൊണ്ട് വൈകി എന്നുള്ളതൊക്കെ നിങ്ങളുടെ നിയമ സംവിധാനത്തിന് മുൻപിൽ നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന വിവരം പൊക്കണമില്ലാത്ത ഫാൻസിന് മുമ്പിലൊന്നും നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നാട്ടുകാർ, ഫാൻസ് എന്ന് പറയുന്ന ഐഡന്റിറ്റികൾക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂം ഒരിടത്തും കൊടുക്കുന്നൊന്നുമില്ല. സിനിമാ തിയേറ്ററുകളുടെ മുൻപിൽ ചിലപ്പോൾ ഈ സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കൺസിഡറേഷൻ അവർക്ക് കൊടുത്തു, ഫ്രീ ടിക്കറ്റ് ഒക്കെ കൊടുത്തു എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരിടത്ത് ഇവരെ വിലക്ക് തന്നെ എടുക്കുന്നില്ല. ഹണി റോസാണ് കുറ്റക്കാരി എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം, നമുക്കിപ്പോ ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട്, ഒരു മീഡിയാസിനോടും. നിങ്ങൾ എല്ലാവരും പിച്ച് പറിച്ച് കീറി കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക്? അത് മനുഷ്യത്വരഹിതമല്ലേ? 6 ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ, ഒരു വ്യക്തിയെ ഇതിന്റെ അകത്തേക്ക് ഫുൾ നന്മ നിങ്ങൾ മറന്നു. ആ വയനാട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഉണ്ടോ? കൊലപാതകമോ? വെറുതെ മറന്നു. ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ബോച്ച വന്നതിന് ശേഷം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 14 പറയുന്ന പോലെ എല്ലാ ആളുകൾക്കും ഒരേ നിയമം. ഇനിയിപ്പോൾ ബോച്ചയ്ക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ ദാനം തരുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നിയമ സംവിധാനങ്ങളോട് ചോദിക്കുക. 10 രൂപ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്ന, ഇതുപോലെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ഫാൻസിനെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് റിമാൻഡ് കാലയളവ് കുറച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കാമെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഭേദഗതിക്ക് വേണ്ടി നിങ്ങളൊരു സമരം ചെയ്യും. ഇവിടെയൊക്കെ ചുമ്മാ വന്ന് സമയം മെനക്കെടുത്താതെ എന്തൊട്ട് ടീമുകളൊക്കെയാണെന്ന്. എനിക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല നിങ്ങളിങ്ങനെ അപമാനിക്കണമെന്നുള്ളതിൽ. നിങ്ങൾക്കങ്ങ് മാപ്പ് തന്നൂടെ എന്നുള്ളത് ആരെങ്കിലുമൊക്കെ പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺമുൻപിൽ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ്. കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി, എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് കരിപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മേഖലകൾ തുറന്നു കൊടുത്ത ഒരു വ്യക്തി. അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ ഒരുപക്ഷെ നിങ്ങൾ മീഡിയാസ് ഇന്ന് ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തു. അത് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്ത് കാരണമാണോ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലേ? ഇപ്പം കോടതി പറയുന്നത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ദൈവത്തെ പോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പേരിൽ എന്ത് വൃത്തികേട് വേണേലും കാണിക്കാം. ദൈവത്തിന് തീയിട്ട ആൾക്കാരെ കൊല്ലാം, പരീക്ഷണം എന്നുള്ള പേരിൽ യുദ്ധങ്ങൾ നടത്താം. അതേപോലെ തന്നെ ദൈവം അല്ലെങ്കിൽ മതം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫീഡോഫീലിയ നിങ്ങൾക്ക് ന്യായീകരിക്കാം, ശിശു വിവാഹം നടത്താം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ മതത്തിൻ്റെ ഭാഗമായിട്ട് ന്യായീകരിക്കപ്പെടാറുണ്ട്. ദൈവമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നാ വൃത്തികേട് വേണേലും കാണിക്കാം. ദൈവം എന്തെങ്കിലും ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടും ഗുണം ചെയ്തു എന്നുള്ള തോന്നൽ കൊണ്ടും പലതരത്തിലുള്ള വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ടീമാണ്. പിന്നെ അങ്ങനെ ഒരു സങ്കല്പത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തതുകൊണ്ടും സിറ്റിസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പുള്ളിയെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ബോച്ചെ ദൈവമാണെങ്കിലും ദൈവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിയമത്തിൻ്റെ മുൻപിൽ ഈ പറഞ്ഞ ചെങ്ങായിയെ പോലെ തന്നെ സമാനനാണ്. അതുകൊണ്ട് തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആളുകൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് പോലും, നിങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട് പോലും, ആളുകളുടെ ജീവിതം കരിപിടിപ്പിച്ചിട്ടുണ്ട് പോലും, അങ്ങനെയൊക്കെ ഉള്ളത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല. പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ലാഭം ഉണ്ടാകും. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. നമുക്ക് ഈ അടിമ മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപയുടെ പണി എടുത്തു കൊടുക്കുമല്ലോ. അതാണ്, നിങ്ങൾ ജോലി എടുത്തു, നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടി. ജോലി സാധ്യതകൾ ഉണ്ടാക്കാൻ പുള്ളിയെ പോലെ തന്നെ നിങ്ങൾക്കും കഴിവുണ്ടായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. അയാൾ സാധ്യതകൾ ഉപയോഗിച്ച് ജോലി സാധ്യതകൾ ഉണ്ടാക്കി നിങ്ങൾ ജോലി ചെയ്യുന്നു. ആ ഒരു രീതിയിലൊക്കെ ഇതിനെ നോക്കിക്കാണ്. എന്തിനാണ് ഈ അടിമ മനോഭാവം? നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടും പുള്ളി നിങ്ങൾക്ക് 10 രൂപ തന്നു. നിങ്ങൾ കഴിവില്ലാത്തവനാണ്, നിങ്ങൾക്ക് ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ പുള്ളി 10 രൂപ തന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂറ് കാണിക്കാം. പക്ഷെ നിങ്ങൾ പണിയെടുത്തിട്ട് പൈസ വെച്ചിട്ട് എന്തിനാണ് ഈ അടിമ മനോഭാവം കാണിക്കുന്നത്? കോടതി നിയമം എന്ന് പറയുന്നതിന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നർമ്മരസം കലർന്ന് സാധാരണഗതിയിൽ പറഞ്ഞു. കോടതി പറഞ്ഞത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അദ്ദേഹം പറഞ്ഞ വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അയാള് കോടതിക്ക് അതീതനാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മീഡിയ ആണല്ലോ മൂവി.
ഈ മൂവിയിൽ ഈ സിനിമാ നടന്മാർ അഭിനയിക്കുന്ന തിരക്കഥകൾ എഴുതി വെക്കുന്ന കാരണം ദ്വയാർത്ഥമുള്ളതല്ലേ? ഈ ഫാമിലിയായിട്ട് പോയിരുന്ന് കാണുന്നത് എത്രയോ കുടുംബങ്ങളില് മക്കൾ പറയുന്നില്ലേ? ആ സിനിമ കാണുന്ന സമയത്ത് തനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. താനത് കൊടുക്കാത്തത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളുടെ പരാജയമൊന്നുമല്ല, തൻ്റെ പരാജയമാണ്. തനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യ ഗൗരവമോ ബോധമോ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാൾ അയാളുടെ റൈറ്റ് മനസ്സിലാക്കി ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് ഇത്രമാത്രം പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തനിക്കും കൊടുക്കാം. തനിക്ക് വിമർശനമുള്ള, തനിക്ക് ഇഷ്ടപ്പെടാത്തതിനെതിരെ താനും കൊടുത്തു. തന്നെ ആരെങ്കിലും ഇവിടെ തടയുന്നുണ്ടോ? താൻ പരാതി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ജാമ്യം കിട്ടിയിട്ടും പുറത്തു പോയില്ല ബോബി ചെമ്മണ്ണൂർ മാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്തകളൊക്കെ കണ്ടു. കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നല്ലോ, മാധ്യമങ്ങൾ കണ്ട സമയത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ഇനി ആവർത്തിക്കില്ല കോടതി എന്ന് പറഞ്ഞ മഹാനാണ്. ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ പുറകെ ഇങ്ങനെ അടിമ ഫാൻസായിട്ട് നടക്കാതിരിക്കുക. പണിയെടുത്താൽ അതിനുള്ള കാശ് വാങ്ങുക, ആ ഒരു കാശ് വാങ്ങിയ അതിന് പണിയെടുക്കുക. കൂറ് കാണിക്കാനായിട്ടോ തെറ്റിനെ ന്യായീകരിക്കാനായിട്ടോ അടിമയാവാനായിട്ടോ ഒക്കെ നിന്ന് കൊടുക്കുന്ന ഒരു ജനതയുടെ ഭാഗമായി മാറാതിരിക്കുക. നല്ല അടിമകൾ എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്. അത് കേൾക്കുന്നതാണ് കൂടുതൽ സുഖമുള്ളൊരു സംഗതി. അപ്പോൾ നല്ല അടിമകൾ വീണ്ടും ഒന്ന് ചിന്തിക്കുക. ഇത് ക്രൈമാണ്, ഒഫൻസാണ്. അത് ആര് ചെയ്താലും ക്രൈം തന്നെയാണ്. ആ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് കോടതി അദ്ദേഹത്തെ ശകാരിക്കുന്നത്, അദ്ദേഹം റിമാൻഡിലേക്ക് പോകുന്നത്. ഇത്ര അത്യാവശ്യപ്പെട്ട് ജാമ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഹൈക്കോടതി പറയുന്നു. അപ്പം അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, വെറും ഒരു സാധാരണക്കാരനാണ്. നിങ്ങളുടെ അടിമ മനോഭാവം കൊണ്ട് അയാൾ വലിയവനാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. സമൂഹത്തിലിറങ്ങി ഇങ്ങനെയുള്ള പ്രഹസനങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ ആളുകൾ വന്ന് നിങ്ങൾ അപമാനിക്കും. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ട്. നാളെ നിങ്ങൾക്ക് ബോധം വന്നാലും നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അഡ്രസ്സ് ചെയ്യപ്പെടും. അതൊക്കെ മനസ്സിലാക്കുക. നന്ദി.